ഈ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വണ്ടി കയറിയത് 5 മാസം 5.5 മാസമായിട്ടുള്ള പരിചയമാണ്. അതുകൊണ്ട് നല്ല പരിചയമാണ്. ഒരുമിച്ച് ലൈനിൽ പോയിട്ടുള്ള ഒരുമിച്ച് കൂടുതൽ പണിയെടുക്കുന്നതല്ല. ഇതിന്റെ മുന്നത്തെ ലോഡ് അവന് ഈ സംഭവിക്കുന്നതിന് മുന്നുള്ള ലോഡ് കൂടെ ഞങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് എടുത്ത് നാട്ടിലിറക്കി പോകുന്നത്. നമ്മളിപ്പോൾ രാത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്കുള്ള യാത്രയാണ്, കേരളത്തിലെ ആലുവയിലേക്കുള്ള യാത്രയാണ്. നമ്മളിപ്പം എല്ലാപ്പൂര് പോവുകയാണ്. അതിന് മുമ്പായിട്ട് കൽഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ രാത്രി യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും പുളിമരത്തിന്റെ ഇടയിലേക്കൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെ ലോറികൾ മാത്രം യാത്ര കാണും. ലോറി കാണും, പിന്നെ കുറച്ച് ബസ്സുകളൊക്കെ കാണും. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ? ചെറിയൊരു മഴയും പെയ്യുന്നുണ്ട്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്രയാണ് ഇന്നത്തെ രാത്രി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാത്രിത്തെ യാത്ര തുടങ്ങാം. ഭയങ്കര മഴ പെയ്തു കേട്ടോ. പെട്ടെന്നാണ് നല്ല മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴ. നമ്മളിങ്ങനെ മഴയത്ത് പോവാണ് രാത്രി. വീഡിയോയിൽ അത്ര അറിയാൻ പറ്റുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് ജോൺസൺ മാഷാണ്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കും. ഞങ്ങളിങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ച് ലോറിക്കകത്ത് പോകട്ടോ. അകത്ത് നല്ല സുഖമാണ് മഴയത്ത് ഇങ്ങനെ ലോറിക്കകത്ത് പോകാനേ. നമ്മളെ വരുന്ന വഴിക്ക് ഫുള്ള് ബ്ലോക്കാണ്. സംഭവം എന്തോ മരം വീണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോഴാ വണ്ടികളെല്ലാം ഓപ്പൺ ആയിട്ട് വരുവാണ് കേട്ടോ. മൊത്തം നമ്മളെ സൈഡ് ഇതുവരെ വിട്ടില്ല. നമ്മളെ വണ്ടി കൊണ്ട് വിളിക്കുന്നത് എല്ലാ വണ്ടിയും ഓഫ് ചെയ്ത് കേട്ടോ. ഞാൻ തോടെ നടന്നു പോവാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫുള്ള് സൈലൻ്റായി. ബസ്സിലൊക്കെ വന്നവരെല്ലാം അതിനകത്തുണ്ട്. ബസ് ലോറി ഒന്നും വിടുന്നില്ല ഈ നമ്മളെ സൈഡ്. ഞാൻ ഇവിടെ തിരക്കി നോക്കി കേട്ടോ. ഇവിടെ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. 2 കിലോമീറ്റർ ദൂരം എന്തോ ട്രാഫിക് ബ്ലോക്കാണെന്ന് പറഞ്ഞത്. എന്തോ മരം വീണെന്നാണ് പറഞ്ഞത്, കറക്റ്റ് അറിയത്തില്ല. VRL ബസ് കണ്ടോ, ഇതെല്ലാം ഇപ്പുറത്ത് കിടക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ കരുതി അവിടെ വരെ പോകാമെന്ന് വെച്ചാൽ, പക്ഷെ നടക്കത്തില്ല. കാരണം നടന്ന് 2 കിലോമീറ്റർ പോകണ്ടേ. ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് തന്നെ പോകാനുള്ള പ്ലാനായിട്ട്. ഇവിടെ ഇപ്പോഴത്തെ കാടാണ്. ഇവിടെ അധികം നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ റോഡിലിറങ്ങിയിട്ട്. ബാക്കി എല്ലാവരും വണ്ടിക്കകത്താ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 2 സൈഡും ബ്ലോക്കായി. തിരിച്ച് വണ്ടിയിലേക്കുള്ള നടത്തമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലെ കൂടെ നടക്കുവാണ്. അപ്പോൾ നമ്മൾ വണ്ടി വിട്ട് കേട്ടോ. സൈഡ് വണ്ടി വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവം. വണ്ടി വിട്ടപ്പോഴേ നമ്മൾ എടുക്കാൻ ഇച്ചിരി ലേറ്റായി. ഞാൻ കയറാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ അങ്ങ് പോയി. ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചു നടക്കായിരുന്നു. മഞ്ഞുണ്ടോ, അടിപൊളി മഞ്ഞാണല്ലോ ഇന്ന്. ജോൺസൺ മാഷേ, മഞ്ഞത്തൊരു ശിരൂർ യാത്ര. ശിരൂരല്ല, മഞ്ഞത്തൊരു ആലുവ യാത്ര. അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി ബ്രേക്ക് ഡൗണും ആയി. നമ്മുടെ റോഡിൽ സ്ഥിരം ബ്രേക്ക് ഡൗൺ കാണാൻ പറ്റും. ഇന്ന് നമ്മളെ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയല്ലോ. ഇതിലെ കൂടെ കുറേ ദിവസം കുറേ വട്ടം വന്നെങ്കിൽ ഇന്നാണ് കേട്ടോ ഒരു മഞ്ഞൊക്കെ കിട്ടുന്നത്. മറ്റേത് മഴയായിരുന്നു. ഗണേശിന് ഇഷ്ടം പോലെ ബസ് ഈ റൂട്ടിൽ കാണാൻ പറ്റും കേട്ടോ. എവിടുത്തെ വണ്ടിയാണെന്ന് അറിയത്തില്ല, കുറേ വണ്ടി കാണാം. ഈ ഭാഗത്തായിരുന്നു കേട്ടോ ലൈനൊക്കെ പൊട്ടിക്കിടന്നായിരുന്നു. മരം മുറിച്ച് കളഞ്ഞ്
നമുക്കത് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടി വിട്ടിട്ടുണ്ട്, വണ്ടികളൊക്കെ പോയി തുടങ്ങി. നമുക്കും ഞാനും ജോൺസൺ മാഷും കൂടെ പോവുകയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് വണ്ടി ഓടിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് രാവിലെ ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോൾ അങ്കോളയിലാണ് നിൽക്കുന്നത്. നമ്മൾ അങ്കോളയിൽ വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട്. നിങ്ങൾക്ക് നമ്മളെ മലയാളികൾക്കൊക്കെ അറിയുന്ന നമ്മളെ ശിരൂരിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ശിരൂരിൽ നമ്മളെ അർജുനില്ലേ, അർജുൻ്റെ കൂടെ വണ്ടി ഓടിയ ഒരാൾ ഇവിടെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടോ. ഇതാണ് ഇത്. നമുക്ക് ഇവരെ വണ്ടി കാണാം. ഇവർ തടി കൊണ്ടുവന്ന വണ്ടിയായിട്ട് ഞങ്ങൾ പുറകെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ നമ്മളെ അർജുൻ്റെ കൂടെ വണ്ടിയിൽ ഓടി. ഇവിടെ നില്ലെന്നാ അർജുൻ്റെ കൂടെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ യാദൃശ്യമായിട്ട് കണ്ടാണ്. പേരെന്തായിരുന്നു? മുസ്തഫ. ഇവിടെ നാട്ടിൽ കോഴിക്കോട് രാമനാട്ടുകര. അർജുനായിട്ടുള്ള എങ്ങനെയാ പരിചയം? അർജുനെ ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വണ്ടി കയറിയത്. 4-5 മാസം 5 മാസമായിട്ടുള്ള പരിചയമാണ്. അതുകൊണ്ട് നല്ല പരിചയമാണ്. നിങ്ങൾ ഒരുമിച്ച് ലൈനിൽ പോയിട്ടുള്ളത്? ഒരുമിച്ച് കൂടുതൽ പണിയെടുക്കുന്നല്ല. ഇതിന്റെ മുന്നത്തെ ലോഡ് അവന് ഈ സംഭവിക്കുന്നതിന് മുന്നുള്ള ലോഡ് കൂടെ ഞങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് എടുത്ത് നാട്ടിലിറക്കി പോകുന്നത്. അവൻ തിരിച്ച് ലോഡ് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ എൻ്റെ വണ്ടിക്ക് ഇച്ചിരി കംപ്ലൈൻറ്റ് വന്നപ്പോൾ വണ്ടി വേറെ ലോഡ് എടുത്ത് ഞാൻ തമിഴ്നാട് പോയി. കംപ്ലൈൻറ്റ് അവന് നേരെ ഈ ലോഡ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അത് ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നിർത്താറുണ്ടല്ലേ? ഞങ്ങളെല്ലാം കുറെ വർഷങ്ങളായിട്ട് ഓടണല്ലേ, ലൈനിൽ ഓടണല്ലേ. അവിടെ എല്ലാവരും നിർത്തി ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ബാത്റൂം പോകാനും എല്ലാ സൗകര്യവും. കുട്ടികൾ പരിചയമുണ്ട്, കുറെ കാലമായിട്ടുള്ള പരിചയം. 2011 തൊട്ട് ഞാൻ വണ്ടിയിലാണ്. പിന്നെ കുറച്ചു കാലം ഗൾഫിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കൊറോണ സമയത്ത് വന്നിട്ട് ഒരു 5-6 വർഷമായി ഇവിടെ. 5 വർഷമായി ഇപ്പോൾ നാട്ടിലുണ്ട്. 5 വർഷത്തിനടുത്തായി. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവോ ഈ റൂട്ടിൽ ഓടുന്നത്? എല്ലാവരും ഞങ്ങൾ അധികം ഒറ്റയ്ക്കാണ് ഓടുന്നത്. അത് അത്ര സുഖമുള്ളൊരു റൂട്ടാണല്ലോ, വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് ഓടാം. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഓടുന്നത്. വണ്ടിയുടെ എന്തെങ്കിലും വിവരം വല്ലതും കിട്ടിയോ? ഒന്നും ആയിട്ടില്ല. ഇന്നിപ്പോൾ എന്തോ ചെറിയ ന്യൂസ് ഞാൻ കേട്ടു, എന്തോ ചെറുതായിട്ട് എന്തോ കണ്ടോന്നോ, എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല. ഇന്നലെ വരെ ഒന്നും ആയിട്ടൊന്നുമില്ല. മലയാളിമാര് ഓണർമാരൊക്കെ അവിടെ ഉണ്ട്. അത് അല്ലാതെ നമ്മള് കൂടെ വർക്ക് ചെയ്ത ഒരാളെ നമ്മളെ ഒരു പരിചയമില്ല, നമുക്ക് തന്നെ അതൊരു വിഷമോ ആ സംഭവം, സങ്കടല്ലേ. പിന്നെ അതിപ്പോ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമ വരുന്നത്. അതെ. എന്തായാലും ഓക്കെ, നമുക്ക് ഇവരെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇവിടെ എങ്ങനെ ഡാണ്ടിൽ നിന്ന് കയറ്റി വരിക, ടിമ്പർ കയറ്റി വരിക. എനിക്ക് ഈ പേര് കണ്ടപ്പോ ഈ ഫോണിന്റെ എവിടെയോ കണ്ട പോലെ തോന്നി. എല്ലാ വണ്ടിക്കും ഇതേ ബോർഡാ അല്ലേ? അവന് അർജുൻ ആദ്യം ഓടിച്ച് ഈ വണ്ടി ഓടിച്ചു ആദ്യം. ആണോ? അത് ഈ വണ്ടി ഓടിക്കും. പിന്നാണ് അവൻ പുതിയ വണ്ടി വാറ്റ് മനസ്സിൽ അതിൽ കയറിയ. അവന് ഈ ലോഡെല്ലാം എടുത്ത് അവന് കട്ടൻസ് എടുത്ത് കട്ട് പീസ് അതാണ് എടുത്ത് പോകുന്നത്. എന്റത് ഞാപ്പം കയറ്റി വരുന്നത് ഇതാണ്, ടിമ്പറാണ്. ഇത് ടാറ്റയുടെ വണ്ടി അല്ലേ? ഇത് ടാറ്റയുടെ വണ്ടി. നമ്മുടെ ഓണർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓണർ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ആകെ 10 കിലോമീറ്റർ കണ്ടേ ഉള്ളു കേട്ടോ ശിരൂരോട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ നിർത്തിയതാണ്. ഇത് ഇവരെ വണ്ടി കേട്ടോ. ഇതേപോലെ തടിയും കൊണ്ട് വന്ന വണ്ടിയാണ്. ഇതിന്റെ പീസുള്ള ചെറിയ പീസ് തടിയും കൊണ്ട് വന്ന വണ്ടിയാ. പറയും കട്ടൻസ് എന്നും പറയും. നമ്മള് കട്ടൻസ് പറയും. ഓ അത് ശരി. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഇദ്ദേഹം വന്നില്ല, അതേപോലെ ഒറ്റയ്ക്ക് തടിയും കൊണ്ട് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എത്ര മണി വല്ലതും അറിയായിരുന്നു സമയം? എത്ര മണി? രാവിലെ 8-9 മണിന്റെ ആ സമയത്താണല്ലോ. അത് തന്നെ. ഇത് വണ്ടി നിർത്തിയിടുന്ന ഞങ്ങള് ടൈം കറക്റ്റ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോ ഞങ്ങൾ ഇവിടുന്ന് ഒരു വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ബില്ല് കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രാത്രി ഓടി വന്ന് അവിടെ സുഖമായിട്ട് കിടക്കാം. രാവിലെ എടുത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ മംഗലാപുരം എത്തും, തലപ്പാടി ചെക്ക് പോസ്റ്റിന് എത്തും. അങ്ങനെ രാത്രി എടുത്ത് നാട്ടിലേക്ക് പോകും. അങ്ങനെ പോലെ. ഓ അത് ശരി. ഇപ്പൊ ഇന്ന് തിരിച്ച് പോകല്ലേ? ഇപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ അല്ലേ? രാത്രി അധികം ഓടും. ഇത് ഏത് ടാറ്റയുടെ വണ്ടിയാ? 12 കിലോ അല്ലേ? എത്ര കുറെ വണ്ടി ഉണ്ടോ നിങ്ങൾക്ക്? 6 വണ്ടി ഉണ്ടല്ലേ? ഇത് പഴയ വണ്ടിയാ? ഇത് 2012 വണ്ടി, ടാറ്റ 31 കേട്ടോ. ഇതാകുമ്പോ ഈ പറഞ്ഞ പോലെ ഇതൊന്നും എല്ലാം തുറക്കാനൊന്നും സിമ്പിളായിട്ട് തുറന്ന് അടിച്ചോണ്ട് പോകാൻ പറ്റല്ലേ? ആ കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ ഇതിൽ താർപ്പയൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലേ? ഇങ്ങനെ തന്നെ വന്നതല്ലേ മറ്റേ വണ്ടിയും? എന്നാലും ആ വണ്ടിയുടെ ഒരു അംശം പോലും കിട്ടിയില്ലെന്ന് പറയുമ്പോ ഇത്രയില്ല വണ്ടി. ഇതിനേക്കാളും ഉണ്ടോ? അത് സെയിം നീളമുള്ള വണ്ടിയാണ്. ഈ ഐറ്റം ആയിരിക്കും. ഇത്രയും സാധനങ്ങൾ ലോറിയുടെ ഒരു അംശം പോലും കിട്ടിയില്ലെന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവം. പക്ഷെ ആ കയറ്റ ലോഡ് ഇങ്ങനെയല്ല കിട്ടുക. ഇത്ര കിട്ടേണ്ട ആവശ്യമില്ല. അത്
നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കും. ബോഡിയുടെ മേളിൽ ക്രോസിലായിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെ ഓക്കെ. അതിനാണ് ഈ കുത്തുകാല് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കെട്ടണം. ഈ ലോഡ് ഇച്ചിരി ഇപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് വേണ്ടി കൊണ്ടുപോകണം അല്ലേ. നമ്മളെ സ്പീഡിൽ ഓടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നല്ല ശ്രദ്ധിച്ച് ഓടിക്കണം. ഇത് ഇച്ചിരി ഉണങ്ങിയ മരമാണ്. വെയിറ്റ് ഉണ്ടാവില്ല. ഒരു കറക്റ്റ് പാസിംഗ് ലോഡ് ഉണ്ടാവുള്ളൂ. 24-25 ടൺ ഉണ്ടാവും. വേറെ എടുക്കൂല. പാസിംഗ് ലോഡ് മാത്രമേ എടുക്കുള്ളൂ. അതല്ലേ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഓക്കെ, കണ്ടത് വളരെ സന്തോഷം. പോവാന്നാ. അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇന്നലെ നമ്മൾ രാത്രിയാണ് എല്ലാപ്പുരം ചുരമൊക്കെ ഇറങ്ങി. വലിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാതെ രാവിലെ നമ്മളൊരു 4 മണി സമയത്താണ് ഇവിടെ വന്ന് നിർത്തിയത്. അതിനുശേഷം കുറച്ചു നേരം കിടന്നു തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ രാവിലെ ഇപ്പൊ ശിരൂർ എത്താറായിട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞില്ലാണ്. ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടുകളൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം കേട്ടോ. എല്ലാവരും വിചാരം പറഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയാണെന്നാണ്. അതുകൊണ്ട് കുറേ നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. ഞാൻ മുതലാളിയാന്ന് പറഞ്ഞു. ഞാൻ മുതലാളിയൊന്നുമല്ല. ഞാൻ ഈ വണ്ടിയിലൊരു തൊഴിലാളി മാത്രമാണ് കേട്ടോ. ഞാനൊരു ഡ്രൈവർ മാത്രമാണ്. ഞാൻ ഈ വണ്ടിയുടെ ഓണറൊന്നും അല്ല. ഇത് എൻ്റെ വണ്ടിയല്ല. ഞാനിതൊക്കെ ഓൾറെഡി പറഞ്ഞാണത്. പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. പിന്നെ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഇത് എൻ്റെ വണ്ടിയല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഒരു പ്രവാസിയുടെ വണ്ടിയാണ് കേട്ടോ. ഗൾഫിലുള്ള ഒരു പ്രവാസിയുടെ വണ്ടിയാണ്. സുരേഷ് ചേട്ടൻ, ഞാൻ വീഡിയോയിൽ പറയാം, സുരേഷ് ചേട്ടൻ്റെ വണ്ടിയാണ് ഈ വണ്ടി. ഞാനിതിപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എൻ്റെ വണ്ടിയല്ല. ഞാൻ ഓടുന്ന സമയം വരെ ഇതെൻ്റെ വണ്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതെൻ്റെ സ്വന്തം വണ്ടിയല്ല. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വണ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി എല്ലാം വീഡിയോയിൽ പറഞ്ഞാണ്. നമ്മൾ വണ്ടി പണിയാൻ പോകുന്നു, വണ്ടി എടുക്കാൻ പോയത് എല്ലാം നമ്മൾ വീഡിയോ ചാനലിലുണ്ട്. എന്നിട്ടും ആൾക്കാർ മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല. അപ്പം ഓടുന്ന അത്രയും നമ്മുടെ വണ്ടി തന്നെ. നമ്മളെ വണ്ടി പോലെ തന്നെയാണ് ഇത് കൊണ്ടു കിടക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയത്. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയല്ല. ഞാൻ ഇതിനകത്ത് വണ്ടി ഓടുമ്പം നമ്മുടെ വീഡിയോക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഈ വണ്ടി കറക്റ്റ് ടൈമിൽ ഓടി എത്തണം, ലോഡ് എടുക്കണം. മാസം ഏകദേശം 68,000 രൂപ ഈ വണ്ടിക്ക് ലോൺ അടയ്ക്കാനുണ്ട്. അപ്പോൾ അത്രയും പൈസയൊക്കെ നമുക്കിത് ഓടി എത്തണം. അല്ലാതെ നമ്മളെ യൂട്യൂബിന് വേണ്ടിയുള്ള വണ്ടിയല്ല ഇത്. ഓടി ലോൺ അടയ്ക്കാനൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ആരും കമൻറ്റിൽ വഴക്കുണ്ടാക്കണ്ട. അത്രേ ഉള്ളൂ കാര്യം. എല്ലാ കമൻറ്റും നമ്മൾ വായിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പം നിലവിൽ ഞാനിത് ഓടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ മുതലാളി ഡ്രൈവർ പരിപാടിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഈ വണ്ടിയിൽ ഞാൻ ഓടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാറില്ല. അല്ലാതെ ഞാൻ ചുമ്മാ ഇപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ പോകുന്നതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടി ഈ എന്താ പറയുക, റൂട്ടിലൊക്കെ ഓടുന്നവർക്കറിയാം ഒരു ഡ്രൈവർ എന്തെല്ലാം പണികളുണ്ടോ ആ പണികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ഭാഗങ്ങളാണ്. ഒരു ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ 20 മിനിറ്റിൽ കാണിക്കുക. അപ്പോൾ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ. ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇപ്പം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിതാ നമ്മളിപ്പോൾ ശിരൂരെത്തി. ശിരൂരിൻ്റെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 5-8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശിരൂർ ഇന്ന് പകല് കാണാൻ പറ്റും. കന്യാകുമാരി 946, മംഗലാപുരം 236 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ സാരഥിയായ ജോൺസൺ മാഷ് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺസൺ മാഷ് ഇച്ചിരിയേ ഉള്ളൂ വണ്ടിയിൽ, അല്ലേ? അതേ ഉള്ളു. വീഡിയോയിൽ ഇങ്ങനെ ആരോടൊക്കെ പറയായിരുന്നു അല്ലേ? ജോൺസൺ മാഷ് നല്ലതായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കുറച്ചല്ലേ കാണിക്കുന്നുള്ളൂ. ബാക്കി എത്ര നമ്മൾ ഓടിക്കുന്നുണ്ടല്ലേ? അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിളിക്കുകയോ മെസ്സേജ് ഒക്കെ ചെയ്താ? കൂട്ടുകാരൊക്കെ വിളിച്ചായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു. വീട്ടിലൊക്കെ വിളിച്ച് മനസ്സിലായി. അതെ അതെ. നമ്മള് ആദ്യമായിട്ടല്ലേ ശിരൂര് ഈ പകല് പോകുന്നത്? അതെ അതെ അതെ, പകല ആദ്യമായിട്ട്. അതെ അതെ. അപ്പം എന്താ പറയാ, അപ്പം നമുക്കിനി യാത്ര തുടങ്ങാം. ജോൺസൺ മാഷ് പയ്യെ വണ്ടി വിട്ടോ. നമ്മള് അങ്ങോട്ട് പോയപ്പോൾ പ്ലൈവുഡ് ലോഡില്ലേ, ആ ലോഡ് എന്ന് പറയുമ്പോഴേ നമുക്ക് അത്ര വലിയ വെയിറ്റ് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ ലോഡുണ്ടല്ലോ, നമ്മളെ ഇപ്പം നിലവിലെ പഞ്ചസാര ലോഡ്, ഇതൊരു ഇരുത്തി ലോഡാണ്. വണ്ടി ഒന്ന് പമ്മിയാണ് പോകുന്നത്. നമുക്ക് പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. അതും പയ്യെ തന്നെയാണ് പോകുന്നത്. ഈ വണ്ടിയിൽ 60 എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഒരു 80-90 പോകുന്ന സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യും. അത് തോന്നിയിട്ടില്ലേ? എന്നുവെച്ചാൽ നമുക്ക് ബ്രേക്കിംഗ് ഒന്നും അങ്ങനെ അധികം കിട്ടത്തില്ല ഒരുപാട് സ്പീഡിൽ. 60ന്റെ മേളിലൊക്കെ പോയാൽ നമുക്ക് ബ്രേക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു 40-50 നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമ്മൾ കമൻ്റൊക്കെ വായിച്ചപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തതുപോലെ എനിക്കറിയാൻ വയ്യ.
പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എത്ര വർഷമായിട്ട് 5-6 വർഷമായി ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. അത് പുതിയതായിട്ട് വന്നവർക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യം ഒരു ബൈക്കിങ് കൊണ്ട് ഇന്ത്യ മൊത്തം പോയിട്ട് വന്നതാണ്. പിന്നെയാണ് നമ്മൾ കോൾസും കൊണ്ട് കാശ്മീരൊക്കെ പോയി. പിന്നെ ട്രെയിനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ത്യ മൊത്തം ഇങ്ങനെ കറങ്ങി അവസാനമാണ് നമ്മൾ ലോറിയിൽ എത്തിയതേ ഉള്ളൂ. പണ്ടൊരു ലൈസൻസ് എടുത്തായിരുന്നു KSRTCയിൽ കയറാൻ വേണ്ടിയിട്ട്. ഞാനൊരു ലൈസൻസ് എടുത്തു. ആ ലൈസൻസ് പിന്നീട് ഇപ്പം ട്രക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപകാരമായി. വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് വണ്ടിയിലോട്ട് വന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ട്രക്കായി. ആദ്യം ഞങ്ങളൊരു കണ്ടെയ്നർ 20 ഫീറ്റ് വണ്ടിയിൽ ഞാനും ആദ്യം കൂടെ പോയാണ് ലോറി ലൈഫ് തുടങ്ങിയത്. അതൊരു 1 മാസത്തേക്കുള്ളൊരു വർക്കിന് വേണ്ടി പോയി. പിന്നെ അത് വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ആയി. ഇപ്പോൾ ഉള്ളത് ഉത്തര കർണാടകയിലാണ്. ഇനി നമുക്ക് സൗത്ത് കർണാടക ചെല്ലണം, പിന്നെ കേരളത്തിലോട്ട് ചെല്ലണം. ഇതാണ് ഇതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഒരു കയറ്റമാണ്. നമ്മൾ കണ്ട ഗിയറൊക്കെ ഡൗൺ ചെയ്യേണ്ടി വരും. പിക്കപ്പ് പറന്നാ പോകുന്നത്. ആണ് ഈ ബീച്ചിലോട്ട് പോകേണ്ട ഇതിലേ കൂടെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കാർവാർ അല്ല, സോറി, ഇവിടെ അടുത്താണ് ഗോകർണ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈശ്വറിൻ്റെ വണ്ടി വരുന്നുണ്ടോ? 6 വീൽ വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. അത് കയറ്റം അത്. ഇവിടെ എല്ലാം നമുക്ക് പറങ്കിമാവ് കാണാം കേട്ടോ. ഇഷ്ടംപോലെ പറങ്കിമാവ് കാണാം. ഇടയിലെല്ലാം പറങ്കിമാവുണ്ട്. പറങ്കിമാവിന് എന്ത് പറയും? കശുമാവ് എന്നൊക്കെ പറയത്തില്ലേ? ഞങ്ങൾ കാസർഗോഡൊക്കെ പറങ്കിമാവെന്നല്ലേ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങള് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ എങ്ങനെയും പറയും. കശുമാവ് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ കാസർഗോഡുകാർ അങ്ങനെ പലതും പറയും. ആണോ? ഞങ്ങളെ കാസർഗോഡ്, ഇവരെ കാസർഗോഡ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളെ കാസർഗോഡ് എന്ന് പറയുന്നത് നിങ്ങൾ കോട്ടയംകാരാണ് മൊത്തം അവിടെ ഉള്ളത് അല്ലേ? മലയോര മേഖലയിൽ കൂടുതൽ കോട്ടയംകാരാണ് ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളത്. നമ്മളെന്ന് പറയുന്നത് പടന്നക്കാട് ഏരിയ, ബീച്ച് ഏരിയ ആണ്. അവിടെ ഉള്ളവരൊക്കെ പക്ക കാസർഗോഡ് സ്ലാങ് തന്നെയാണ് സംസാരിക്കും. ഇപ്പം നമ്മളെ ജോൺസൺ മാഷിന്റെ സംസാരം നിങ്ങൾക്ക് കേട്ടിട്ട് കാസർഗോഡ് സ്ലാങ് ആയിട്ടെല്ലാം തോന്നിയോ? നമ്മൾ അവിടെയൊക്കെ കോട്ടയത്ത് ആൾക്കാർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പത്തനംതിട്ട ആൾക്കാർ സംസാരിക്കുന്നതല്ല ഇവർ സംസാരിക്കുന്നത്. നമ്മൾ ശിരൂർ എടുത്തിട്ടോ നോക്കാം. ഇപ്പം അവിടെ തെരച്ചിലൊക്കെ നിർത്തി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ. അതിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് കൊങ്കൺ റെയിൽവേയുടെ ട്രാക്ക് കാണാൻ പറ്റും കേട്ടോ. അതെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു വിസ്മയമാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ. നമ്മുടെ മലയാളിയായ ഇ ശ്രീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കൊങ്കൺ റൂട്ട്, അതിൽ റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാം. നമ്മളെ വണ്ടി ഇതുകൊണ്ട് കയറി പോകുന്നതാണ്. വലിയൊരു മല കാണാം. അതിൻ്റെ താഴ്വാരത്തായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെയാണ് തോന്നുന്നുണ്ട് ആ ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇതേപോലെ ആയിരിക്കണം അർജുൻ്റെ വണ്ടിയും പാർക്ക് ചെയ്യണ്ടോ. ആ മലയും ആ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നോക്ക്, എത്ര വലിയ മലയാണ്. ഇതേപോലെ ആൾക്കാർ പാർക്ക് ചെയ്തതാണ് പറ്റിയത് കണ്ടോ. വെള്ളം വരുന്നുണ്ട് അവിടെ. അവര് എല്ലാം ഉണക്കുവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഉണക്കുക. ചെറുതായിട്ട് വെള്ളമുണ്ട്. വെള്ളം വരുന്നുണ്ടോ? ചെറിയ ഊറ്റുവെള്ളം കാണാം ഈ മലയിൽ നിന്ന്. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇത് പാറയാണ്. ഈ കുന്നാണ് ഡേഞ്ചർ. 45 ഇവിടുത്തെ വേഗപരിധി. ഇത് ഇറക്കുവാണ് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ജോൺസൺ മാഷിന്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഗംഗാവലി പുഴ. ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലേ? നോക്കിയേ, കലക്ക് വെള്ളം തന്നെ അല്ലേ? കലക്ക് വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ പോയതാണ്. മണ്ണ് കൂടി കിടക്കുന്നത് ആ ഏരിയയിലാണ് ഒരു വയസ്സായ സ്ത്രീയൊക്കെ മരിച്ചില്ലേ, അതിന്റെ അപ്പർ സൈഡാണ് ആ കാണുന്നത്. കണ്ടോ, അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിർത്തി ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് അപ്പുറത്ത് മണ്ണ് കൂടി ഇട്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യം വണ്ടി കാണുമെന്നൊക്കെ പറഞ്ഞത്. അതെ അതെ. ഓ, ഇപ്പോഴും തെരച്ചിലുണ്ട് കേട്ടോ. തെരച്ചിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടെ വണ്ടി നിർത്താൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ? സമ്മതിക്കും തോന്നുന്നില്ല. പയ്യെ ഈ രീതിയിലങ്ങ് പോയാൽ മതി. അപ്പൊ നമുക്ക് പയ്യെ ഷൂട്ട് ചെയ്യാമല്ലോ. ഇതാണ്ടേ അപ്പുറത്ത് കാണാം. അപ്പുറത്തുണ്ടോ മണ്ണ് നടുക്ക് ഒരു ദ്വീപ് പോലെ ആയല്ലേ? അതാ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു മലയാണ് ഇടിഞ്ഞത് കണ്ടോ. ആൾക്കാരുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മല ഇവിടെയാണ് ട്രക്ക് പാർക്ക് ചെയ്യുന്നത്. പൈസലായത് അതെ കണ്ടോ. അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നിർത്തി ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ.
അവർ സമ്മതിക്കും. ഒന്ന് ജസ്റ്റ് സ്ലോ ചെയ്യാവോ? അപ്പോൾ വേണ്ടോ അവിടെ ഉണ്ടോ മണ്ണെല്ലാം കൂടിയിരിക്കുന്നുണ്ടോ? അവിടെ ട്രക്ക് കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ പോകാൻ പറയുന്നത് കേട്ടോ, അവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല, പോകാൻ പറയാം. അതുകൊണ്ട് ഒരാൾ വന്ന് പോകാൻ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ ഉള്ളൂ. അവിടെ ചാനലുകാരൊക്കെ ഉണ്ട് കേട്ടോ, കേരളത്തിൽ നിന്നുള്ളവരും കാണും. അവിടെയൊക്കെ ഇപ്പോഴും തെരച്ചിലാട്ടോ, തെരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടേ ഈ സൈഡാണ് മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലം, ഇവിടെയാണ് ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം. ഈ സൈഡാന്ന് തോന്നുന്നു ദാബ ഉണ്ടായിരുന്നത്. ദാബ ഒന്നും അറിയാൻ വയ്യ. ഇനി അങ്ങോട്ട് 1 കോടി രൂപയുടെ എന്തുകൊണ്ട് മെഷീൻ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ന്യൂസിൽ. സ്ഥലം തന്നെ മാറിപ്പോയി. ഇപ്പോഴാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാനും ഇത് ക്ലിയർ ആയിട്ട് കാണുന്നത്. നമ്മളെപ്പോഴും രാത്രിയല്ലേ ഇതിൽ കൂടെ വരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് പകൽ വരുന്നത്. നമുക്ക് അവിടെ എവിടെ നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഗംഗാവലി പുഴ ഒന്ന് കാണാമായിരുന്നു. അത് പഞ്ചറടെ ഉണ്ട്, അങ്ങോട്ട് ഒതുക്കിയാലോ? തുറന്നിട്ടില്ല. ആ ഇവർക്കൊന്നും പറ്റില്ല കേട്ടോ, ഇവര് കുറച്ചുകൂടെ ഇപ്പുറത്താണ് ഈ പഞ്ചറട. ഇനിയിപ്പോൾ പകൽ ഈ സമയത്ത് വരാൻ ചാൻസ് വളരെ കുറവാണല്ലോ കേട്ടോ. ഇപ്പോഴും കലങ്ങി തന്നെയാണ് ഇരിക്കുന്നത് വെള്ളമൊക്കെ. തെളിച്ചുമില്ല, വെള്ളത്തിൽ തെളിച്ചം തീരെയില്ല. വെള്ളം കുറഞ്ഞു, വെള്ളം വളരെ കുറവാണ്. അന്ന് രാത്രി കണ്ടപ്പോൾ ഒക്കെ കുറച്ചുകൂടെ വെള്ളമുള്ള പോലെ തോന്നി. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഈ സൈഡായിട്ട് ഒരു ധാബയുണ്ട്, ചെറിയ ധാബ. നമ്മൾ വണ്ടി കൊണ്ട് ഇവിടെ ഒതുക്കി. അപ്പുറത്ത് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന മെഷീനൊക്കെയാണ്. എന്നാലും ഇപ്പോൾ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ആൾക്കാരും പേരൊന്നുമില്ല ഇതിന് മുമ്പത്തെ വെച്ച് നോക്കുമ്പം. ആ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ RTO ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അവർ ഞങ്ങളെ വണ്ടി കുറച്ചും കൂടി ദൂരെ ഒതുക്കാൻ പറഞ്ഞ്. അവരെ RTO ഓഫീസിൻ്റെ അവിടെ ഒതുക്കണ്ടെന്ന് പറഞ്ഞു. എന്തൊരു കാരണം? ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഇതാണ് കാരണം. സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. കർണാടകയുടെ വണ്ടി പോകുന്നു. അപ്പം നമുക്ക് പോവാം. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നാൽ ജോൺസൺ മാഷെ പോവാം. അപ്പം നിലവിൽ ശിരൂരിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ എല്ലാം മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? ആ മണ്ണ് കൂട്ടിയിട്ട് തന്നെ ഒരു കുന്നുപോലായി. അവിടെ നിന്ന് എടുത്ത് മണ്ണാണ് ഇവിടെ എല്ലാം ഇട്ടിരിക്കുന്നതെല്ലാം. ആ മഴയുള്ള സമയത്ത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. ആ നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോഴേ ഒരു ഭീകരതയാണ്. ഇപ്പം വെയിലടിച്ചപ്പോഴത്തേക്ക് ആ ഒരു ഭീകരത ഇല്ല. വെയിലടിച്ചപ്പോൾ ഇപ്പോൾ ഒരു നോർമൽ സ്ഥലം പോലെ ആയി. ഇനി നമ്മൾ ഈ ഗംഗാവലി പുഴ നമ്മൾ ക്രോസ് ചെയ്യും, പാലമുണ്ട് ഇവിടെ. എനിക്കൊന്ന് ആകെ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, റൂമൊക്കെ താമസത്തിനുള്ള ഹോട്ടലുകൾ. ഇവിടെ ഒരു ഹോട്ടലേ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അവിടെ ആയിരിക്കണം ചാനലുകാരെ എല്ലാവരും താമസിച്ചത്. അല്ലാതെ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഗംഗാവലി പുഴ ക്രോസ് ചെയ്യാൻ പോവാണ് വീണ്ടും. അപ്പുറത്ത് കണ്ടോ, അപ്പുറത്ത് ഇതുവഴിയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് വന്നത് കേട്ടോ, ഗംഗാവലി റിവർ. ഇതിൻ്റെ അപ്പുറത്ത് നോക്കി നല്ല പച്ചപ്പ് കേട്ടോ. കേട്ടോ വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, വെള്ളം വളരെ കുറവാണ് ഇപ്പം. പക്ഷെ കലക്കുണ്ട്, കലക്കിനൊരു കുറവില്ല. ഇതാ ഞാൻ പറഞ്ഞോ, റൂംസ് അവൈലബിൾ ഇയർ. ഇവിടെ ഈ ഒരു ഹോട്ടലേ കണ്ടുള്ളൂ, ഞാനിതേ കണ്ടുള്ളൂ, വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും താമസിച്ചൊക്കെ. കോൺക്രീറ്റ് ബ്ലോക്ക് കണ്ടോ ഈ വണ്ടിക്കകത്ത്? കോൺക്രീറ്റ് ബ്ലോക്ക് കണ്ടോ? ബെൽറ്റ് ഉണ്ടോ? ഫുള്ള് ബെൽറ്റ് ഇട്ടിരിക്കുന്നുണ്ട് അതിനകത്ത്. വേറെ ഒന്നുമില്ല, കയറൊന്നുമില്ല, ഫുള്ള് ബെൽറ്റാ. എന്താ പറയുക? ആണല്ലേ? ഇനി നമുക്ക് കയറ്റമാണ് കേട്ടോ. ഇനി അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ കാറിലൊന്നും പോകുമ്പോൾ ഇത് കയറ്റായിട്ട് തോന്നില്ല, നമുക്ക് നല്ല കയറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം അല്ലേ? താഴെ നോക്കിയേ, ആ ഗംഗാവലി പുഴയുടെ ഭാഗങ്ങളൊക്കെ തന്നെ തോന്നുന്നു കാണുന്നത് അല്ലേ? ആ കടലല്ലേ അത്? അപ്പുറത്ത് കടലാണ് കാണുന്നത്, കടലിലോട്ട് പതിക്കുന്ന സ്ഥലം കേട്ടോ.
അവിടുന്ന് കടലടുത്താണ്, ശിരൂരിന്ന് കടലടുത്താണ്. കുറേ ബോഡികളൊക്കെ കടലിൽ നിന്ന് കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി നേരെ മംഗലാപുരത്തോട്ടാണ് പോകുന്നത്. ഇപ്പം മംഗലാപുരം ഇനി ഒരു 221 കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്. ഒരു മണിക്കൂറിൽ നമുക്കൊരു ആവറേജ് 30 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്ത് ഓടിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ യാത്ര കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് കയറി പോയാൽ നമുക്ക് ഗോകർണയിലോട്ട് പോവാം. ഒരു സ്പിരിച്വൽ പ്ലസ് ടൂറിസം ഏരിയ ആണ് ഗോകർണ. മലയുടെ സൈഡിലായിട്ട് നല്ല ബീച്ച് ആസ്വദിക്കാനൊക്കെ പറ്റും. ഇവിടുന്ന് റൈറ്റ് ഗോകർണ, ഗോവ ഗോകർണ എന്ന് പറയാറില്ലേ. അപ്പം ഞങ്ങളുടെ പഞ്ചസാര ലോഡുമായുള്ള യാത്ര ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനീഷും ജോൺസൺ മാഷും ഈ വീഡിയോ നമ്മുടെ ലോറിയിൽ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ദൂരം ഞാൻ വണ്ടി ഓടിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിഷയങ്ങൾ കാണാം. ബൈ.